ഹലോ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി RBI അപ്രൂവ്ഡ് NBFC ആണ്. അതായത് ഇപ്പോൾ ഈ ലോൺ കൊടുക്കുന്നതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു കിടിലം ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് ഏകദേശം 30-40% ആൾക്കാർക്കും അറിയാൻ സാധിക്കും ഈ ആപ്ലിക്കേഷനെ കുറിച്ച്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ ആദ്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ആരും ലോൺ എടുക്കാൻ പോകരുത്. ലിങ്കെല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആരും ചാടി പുറപ്പെടരുത്. ഇതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ പറയാം. ഇത് 18 വയസ്സ് മുതൽ 58 വയസ്സ് വരെ പ്രായമുള്ളവർക്കായിരിക്കും ഈ ലോൺ ലഭിക്കുന്നത്. നോർമലി സാലറി ഉള്ളവർക്കും സെൽഫ് എംപ്ലോയീസിനും ഈ ലോൺ ലഭ്യമാണ്. അതുപോലെ തന്നെ സിബിൽ സ്കോർ 600+ മാത്രം മതി. അതായത് ഏറ്റവും കുറഞ്ഞ സിബിൽ സ്കോറിൽ നിങ്ങൾക്ക് ലോൺ കിട്ടുന്നതാണ്. 600എങ്കിലും വേണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ലോൺ എടുത്ത്, അതായത് ആദ്യമേ ലോൺ എടുത്ത് അത് ഡ്യൂ ആയി, അതുപോലെ തന്നെ വേറെ എടുത്തു അത് ഡ്യൂ ആയി, ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്ന ആരും അപ്ലൈ ചെയ്യരുത്, കിട്ടില്ല. 600 സിബിൽ സ്കോർ എന്നാണ് അവർ പറയുന്നത്. അത് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മൾ 2-3 സബ്സ്ക്രൈബേഴ്സും സുഹൃത്തുക്കളും എല്ലാം ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒരു രീതിയിലാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. നല്ലൊരു ആപ്ലിക്കേഷനാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ സാധാരണ പറയും പോലെ 100% ഇത് ഡിജിറ്റൽ പ്രോസസ്സാണ്. നിങ്ങൾക്ക് കൊളാട്രലോ ഗ്യാരണ്ടറോ ഒന്നും തന്നെ വേണ്ട. നിങ്ങൾക്ക് 12 മാസം മുതൽ 60 മാസം വരെ നിങ്ങൾക്ക് അതിൻ്റെ കാലാവധി കിട്ടുന്നതാണ്. നിങ്ങൾക്ക് 1000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്കത് മീൻസ് കിട്ടുന്നതാണ്. സെയിം ഡേ ഡിസ്ബേഴ്സൽ എന്നാണ് അവർ പറയുന്നത്. ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഏകദേശം ഒരു 12 മണിക്കൂറിൽ ലോൺ കിട്ടി. ഇനി നിങ്ങളുടെ കാര്യം എന്താണെന്ന് എനിക്ക് അറിയില്ല, അത് നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണം. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് റാം ഫിൻകോപ്പാണ്. അപ്പോൾ ഇത് ഫില്ല് ചെയ്യുന്ന സമയത്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൽ വരെ ചിന്തിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുന്ന പോലെ ടഫായിട്ടോ ഒന്നും തന്നെ ഇല്ല. നിങ്ങളുടെ പാൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. മെയിൽ ID കൊടുക്കുക, പിൻ നമ്പർ കൊടുക്കുക. ഇനി റിക്വയർഡ് എമൗണ്ട്, ഇത് നമ്മൾ 10 ലക്ഷം കൊടുത്താലും നമ്മുടെ എലിജിബിലിറ്റിക്ക് അനുസരിച്ച് തരുള്ളൂ. ഓക്കെ, അത് ശ്രദ്ധിക്കുക. നമുക്കിവിടെ 1 കോടി 10 കോടിയും കൊടുക്കാം. പക്ഷേ നമ്മുടെ എലിജിബിലിറ്റിക്ക് അനുസരിച്ച് മാത്രമേ അവർ ലോൺ തരികയുള്ളൂ. ടിക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക, സബ്മിറ്റ് ഓപ്ഷൻ കൊടുക്കുക. സബ്മിറ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ റാം ഫിൻകോപ്പിൻ്റെ സൈറ്റിൽ നേരിട്ട് പോകുന്നതാണ്. ലൊക്കേഷൻ സർവീസ് ഇവിടെ ഓൺ ചെയ്ത് വെച്ചിരിക്കണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യം. ഇപ്പോൾ എനിക്കിവിടെ എനിക്ക് ഇവിടെ അപ്രൂവൽ ആയി കിടക്കുകയാണ്. കൺഗ്രാജുലേഷൻസ്, യുവർ ലോൺ ഹാസ് ബീൻ അപ്രൂവ്ഡ് സക്സസ്ഫുള്ളി. എനിക്കിനി എൻ്റെ വെരിഫൈ ബാങ്ക് ഡീറ്റെയിൽസിൽ കൊടുത്താൽ മതി. എനിക്ക് എടുക്കാൻ വയ്യ, അതുകൊണ്ടാണ്. കാരണം ഞാൻ എടുത്ത് മടുത്തു. എനിക്ക് അടച്ചടിച്ചതിൻ്റെ ഊപ്പാട് വന്നു പറഞ്ഞു. നിങ്ങളെ കാണിക്കുമ്പോൾ ഇങ്ങനെ ചില ആപ്ലിക്കേഷനിൽ നിന്ന് എനിക്ക് ലോൺ കിട്ടും, അതെല്ലാം തിരിച്ചടച്ച്, ഫേക്കായാലും RBI ആയാലും അത് തിരിച്ചടച്ച്, ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ വളരെ സിൻസിയറായിട്ട് പറയുകയാണ്, എൻ്റെ ഊപ്പാടഞ്ചും വന്നു എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൽ നിങ്ങളുടെ KYC കൊടുക്കുക. KYC അറിയാമല്ലോ, ആധാർ കാർഡ്, പാൻ കാർഡ്, മറ്റു കാര്യങ്ങൾ കൊടുക്കുക. സാലറി സ്ലിപ്പുള്ളവർ അത് കൊടുക്കുക. ഇല്ലാത്തവർ മീൻസ് നിങ്ങൾ ജസ്റ്റ് സാലറി തന്നെ കൊടുക്കുക. വേറെ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ മെയിൽ ID, മറ്റു കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടും. ആ ഓഫർ ലെറ്റർ നിങ്ങൾക്ക് എത്രയാണോ എലിജിബിലിറ്റി ഉള്ളത് അവർ ലോൺ തരും. വളരെ എളുപ്പമാണ് കേട്ടോ. മറ്റ് RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷൻ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു ആപ്പ് വളരെ സുതാര്യമാണ്. അവരുടെ ഒരു ട്രാൻസ്പെറൻസി എന്ന് വെച്ചാൽ അത് പറയാതിരിക്കാൻ വയ്യ. നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അത്യാവശ്യക്കാർക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലെല്ലാം ലാസ്റ്റും ഒരു വാർണിംഗ് പോലെ പറയുന്നതാണ്. എന്നും എല്ലാ വീഡിയോയിലും പറയും, പക്ഷേ വീണ്ടും ആൾക്കാർ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നുണ്ട്. കാരണം നമ്മൾ അങ്ങോട്ട് ഒരു കാരണവശാലും പ്രോസസ്സിംഗ് ഫീസ് കൊടുത്ത് ഒരു ലോൺ പോലും ചെയ്യരുത്. കിട്ടില്ല, നിങ്ങളുടെ പൈസ നഷ്ടപ്പെടും. അപ്പോൾ ഏതായാലും RBI ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഫേക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും വിളിച്ച് ഇപ്പോൾ വാട്സപ്പിലും ഇൻസ്റ്റയിലും എല്ലാം തുരുതുര ലോൺ തരാം, ആധാർ കാർഡും പാൻ കാർഡും മതി, നമ്മുടെ സാർ ഇതാണ്, ID കാർഡ് കണ്ടോ, ഞാൻ മലയാളിയാണ്, ഹിന്ദിക്കാരനാണ് എന്ന് പറഞ്ഞ് തുരുതുര തട്ടിപ്പാണ്. അത് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ പോലും എന്താ പറയുന്നത് ഇതിൽ വീണ് പോകും. അപ്പോൾ ഞാനും ഈ ഇടയ്ക്കൊരു തട്ടിപ്പിന് വിധേയമായി. അത് വലിയൊരു സ്റ്റോറിയാണ്. അതിൻ്റെ കഥകൾ ഞാൻ വരും എപ്പിസോഡുകൾ അല്ലെങ്കിൽ വരും വീഡിയോസിൽ ഞാൻ ചെയ്യാൻ തീർച്ചയായിട്ടും. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഗുണപാഠ കഥ പോലെ, നിങ്ങൾക്കൊരു ഗുണപാഠ കഥ പോലെ നിങ്ങൾ അത് കേട്ടിരിക്കണം. അത് വലിയൊരു തട്ടിപ്പാണ്. അത് ഞാൻ പിന്നീട് ചെയ്യാം. അപ്പോൾ ഈ റാം ഫിൻകോർപ്പ് നമ്മൾ ഇന്ത്യൻ കമ്പനിയാണ്, RBI അപ്രൂവ്ഡ് ആണ്, മീൻസ് ഫേക്കൊന്നുമല്ല. കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ റാം ഫിൻകോർപ്പ് RBI അല്ലെങ്കിൽ ഫേക്കാണെന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പറയാം, ഇത് എന്താ പറയുന്നത് RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷൻ തന്നെയാണ്.
പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ട്രൂ ബാലൻസ് ഇപ്പോൾ പുതിയ അപ്ഡേഷനാണ്. അത് എന്താ പറയുന്നത്, ഇപ്പം സിബിലൊക്കെ വളരെ കുറച്ച് മതി. കുറച്ചെന്ന് വെച്ചാൽ മുമ്പ് അവർക്ക് 675 വേണമായിരുന്നു. ഇപ്പോൾ ഒരു 600+ സിബിലൊക്കെ ഉണ്ടെങ്കിൽ അവർ ലോൺ തരുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അത് നിങ്ങൾ ചെയ്ത് നോക്കുക, താല്പര്യമുള്ളവർ മാത്രം. അത് വെറുതെ പൈസയുടെ ആവശ്യമില്ലാത്തവർ ഒരിക്കലും ലോൺ എടുക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.